ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കൊച്ചിയിൽ പോവുകയാണ്. കൊച്ചിയിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. രാവിലെ 6 മണിക്കാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വി ഹാവ് എ ട്രെയിൻ അറ്റ് 6:40. രാവിലെ തന്നെ സ്റ്റേഷനിലെത്തി. ഞാൻ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓവർ വർത്താനൊന്നും ഉണ്ടാവില്ല. കാര്യമായിട്ടും നോർമൽ നോയ്സ് ഒക്കെ ഉണ്ടാവുക. സോ ബി പ്രിപ്പയർഡ്. ഇയർഫോണൊക്കെ ഒഴിവാക്കി കണ്ടോളി. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ അതൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും കൂടി കിഴി പൊറോട്ട പോലെ ഇലയിലൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിച്ചു. അങ്ങനെ നമ്മളൊരു 11 o'clock ആകുമ്പോഴാണ് കൊച്ചിയിലെത്തിയത്. അവിടുന്ന് പിന്നെ നേരെ ഒരു ഊബർ എടുത്തിട്ട് ആദ്യം സൂഡിയോയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സൂഡിയോയിലേക്കാണ് ആദ്യം പോയത്. പിന്നെ അടുത്ത 2 ദിവസം നമ്മൾ ഇവിടെയാണ് കൊച്ചിയിൽ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് ഉമ്മൻ്റെ ഫ്രണ്ടും നെയ്ബറൊക്കെ ആയിട്ടുണ്ടായിരുന്നു സെൽമത്താത്തൻ്റെ വീട്. ഇവിടെ ഫുള്ള് ലഞ്ചൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി റെഡി ആവുകയൊക്കെ ചെയ്തത്. സോ ഇങ്ങനെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്തത് ഒരു ലോങ് മാക്സി ഡ്രസ്സും അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ടീഷർട്ടും ഫ്ലാറ്റ് പാൻസും സ്റ്റൈൽ ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് കൊച്ചിയിലാണുള്ളത്. കൊച്ചിയിൽ കേരള ബിരിയാണി ക്വീൻ്റെ ഗ്രാൻഡ് ഫിനാലേക്ക് വന്നതാണ്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് ഉമ്മൻ്റെ ഒരു പഴയ നെയ്ബറിൻ്റെ വീട്ടിലാണ്. നമ്മളിവിടെ വന്നിട്ട് ഫ്രഷ് ആയതാക്കിയതൊക്കെ. ബാക്കി എന്താണെന്നുള്ളത് വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. സോ കൊച്ചിയിൽ എന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബിരിയാണി ക്വീനിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ് ഗോകുലം പാർക്കിൽ വെച്ചിട്ട് ഇവൻ്റ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ അവരെന്നെ അവിടെ കൊണ്ട് ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു. സോ ഇവൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോളൂ. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. നേരത്തെ അവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മുഴുവൻ കറങ്ങി ഇതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി റാപ്പിഡ് ഫയർ കഴിച്ച 3 ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കേരള ബിരിയാണി വിട്ടിട്ട് പറയണോ കേരള ബിരിയാണി ചേർത്ത് പറയണോ? കേരള ബിരിയാണി വിട്ടിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും പാരഡൈസിലെ ഹൈദരാബാദിലെ പാരഡൈസ്, അതും പറ്റുമെങ്കിൽ ചാർമിനാറിന്റെ സൈഡിൽ ഒരു സ്ഥലമുണ്ട് പാരഡൈസിന്റെ പഴയ കെട്ടിടം. അവിടെ പോയി കഴിക്കണം. കുറച്ച് ക്യൂ നിൽക്കേണ്ടി വരും. ചിലപ്പോ ഒരു പാക്കറ്റിലേക്ക് കിട്ടുള്ളൂ. അവിടെ ഇരുന്ന് കഴിക്കാൻ കിട്ടില്ല. പക്ഷെ ഉഗ്രം ബിരിയാണിയാണ്. അതുപോലെ കൊൽക്കത്ത കടയുടെ പേര് വെച്ച് തുടങ്ങുന്ന ഒരു കടയാണ്. അവിടെ ഉരുളക്കിഴങ്ങിട്ട ഒരു ബിരിയാണി ഉണ്ട്. ഉരുളക്കിഴങ്ങിട്ട കൊൽക്കത്തയുടെ ബിരിയാണി ഉണ്ട്. അത് അടിപൊളി ബിരിയാണിയാണ്. പിന്നെ 3ാമതൊരു ബിരിയാണി പറയാം. അവിടെ ഈ ബിരിയാണി ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ബിരിയാണി ഞാൻ വന്നത് വേറൊരാൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് തന്നപ്പോഴാണ്. സാൻസിബാർ ബിരിയാണി എന്ന് പറഞ്ഞൊരു ബിരിയാണി ഉണ്ട്. സാൻസിബാർ ബിരിയാണി എന്ന് പറഞ്ഞത് മറ്റേ സാൻസിബാർ എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ സ്ഥലം. അവിടെയും അവർ നമ്മുടെ ബിരിയാണി അടിച്ചുമാറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ സാധനത്തെ കുറിച്ച് 2 വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. ആദാമിന്റെ ചായക്കട എന്ന് പറയുന്നത് അറിയാമെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കോഴി സാധാരണ 2 കാലിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന കോഴിയെ ചീറി പറഞ്ഞതും മറ്റേ കുളോത്രം പിടിച്ചതും കലക്കി മറിച്ചതും പൊട്ടിത്തെറിച്ചതും ഒക്കെ ആക്കിയെടുത്തതിന് ഉത്തരവാദി തൈ നിൽക്കുന്ന ഈ സാധനമാണ്. പേരുകൾ വച്ച ഒരു പുതിയ ലോകം തന്നെ കോഴിക്ക് കൊടുത്ത ആളാണ് പുള്ളി. തീർച്ചയായും ഇത്രയും ആൾക്കാരെ ജീവിതത്തിലേക്ക് മാതൃഭൂമി ഈ ഒരു സംരംഭം കൊണ്ടുവന്ന് കടന്നു വന്നതിന് എനിക്ക് വാക്കുകളില്ല പറയാന്. പക്ഷെ ഒരുപാട് ആൾക്കാർ
കഴിച്ചിലായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എന്റർപ്രണേഴ്സ് ആയിട്ടുണ്ട്. ഇനി മുതൽ ബിരിയാണിയല്ല ബിരിയാണി എന്നറിയപ്പെടും. അതല്ലോ ഇവിടെ പറഞ്ഞ ആരും ബിരിയാണി പൊളിച്ച വഴി താത കഴിച്ച മാമ വല്ലതും തന്നായിരുന്നോ അതോ മാമ കൈ കൊണ്ട് കിടക്കുന്നേരോ? മോന്റെ പേര് പറഞ്ഞ മാമൻ എവിടെ നിന്നൊക്കെ ബിരിയാണി കഴിച്ചു? വീട്ടിൽ നിന്ന് പുറത്തുനിന്നും ഈ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ച് ബിരിയാണി കഴിക്കുന്ന കഷ്ടമാണ്. പേടിപ്പിച്ച് ഏത് കൊച്ചുമല്ല പോയില്ലേ? പാടിയ പാട്ടാണ് കേട്ടോ. അതെ, മമ്മൂക്ക വരുമ്പോ മമ്മൂക്കയുടെ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? നീ പറഞ്ഞ മന്ത്രിയെ കൊണ്ടുവരെ മാറ്റിച്ചില്ലടാ. നീ ആ പാവ മനുഷ്യനെ കൊണ്ട് ബിരിയാണി കൊടുക്കാത്തത് കൊണ്ട് അത് ഒരിക്കലും കഴിപ്പിച്ച് ഇഷ്ടപ്പെടിച്ചത് കൊണ്ട് ഇന്ന് കേരളത്തിലെ അംഗനവാടിയിൽ എല്ലാവരും അംഗനവാടിയിലുള്ള എല്ലാവരും ഉപ്പുമാവിന് വരെ ബിരിയാണി കഴിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ നീ കിടന്ന് വിളിച്ച മമ്മൂക്ക പേടിച്ചിട്ട് വരുമോ എനിക്കറിയില്ല കേട്ടോ. അപ്പോ എന്തായാലും മമ്മൂക്ക വളരെ തന്നെ നമ്മളെ ജോയിൻ ചെയ്യാനായിട്ട് വേദിയിലേക്ക് എത്തും. എല്ലാവർക്കും വേണ്ടി അഫ്സലിക്ക് ഒന്ന് വേദിയിലോട്ട് തിരിച്ചു എല്ലാരും ചേർന്ന സ്നേഹ കൈഴി കൊണ്ട് സ്വാഗതം പറഞ്ഞേ. ഇത് നമ്മുടെ മമ്മൂക്ക് വേണ്ടി മലയാളി പുരുഷന്റെ ഒറ്റ പേര് മമ്മൂട്ടി. സിനിമയെ എന്ന മഹാനഗരം സാമ്രാജ്യമാക്കിയ രാജാവ് നമ്മുടെ വലിയ പ്രിയപ്പെട്ട മമ്മൂക്ക. കേരളം പൊഞ്ചമ്പിൽ വെച്ച് ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച അഭിനയകല ഇതിഹാസം. മമ്മൂട്ടി എന്ന അച്ചിൽ വാർത്തെടുത്ത എത്രയെത്ര കൂടുതലുകൾ. മലയാളിയുടെ ജരാതരകളില്ലാത്ത യൗവനം. നമ്മുടെ ഹൃദയത്തിൽ ചാരുകസേര വലിച്ചിട്ടിരുന്ന കുടുംബനാഥ്. തലമുറകളുടെ കൈയടി ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്ന മെഗാസ്റ്റാർ. ഒരു ശരീരം 2-3 ലക്ഷം അതിലോല വിലോല കുട്ടേട്ടന്മാർ മമ്മൂട്ടിയിൽ നിന്ന് ജനിച്ചു. ചരിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന വീരനായകരെ ഉടലിലാവാഹിച്ച പൗരുഷ വിസ്മയം.
ജനതയെ സങ്കടക്കടലാക്കിയ ഭാവം. ഭാഷാശീലികളെ അനായാസ വഴക്കം കൊണ്ട് അനുഭവിപ്പിച്ച വാചികാഭിനയം. വൈവിധ്യം വികസിപ്പിച്ച കഥാപാത്രങ്ങളെ സമ്മാനിച്ച വിഭവസമൃദ്ധമായ അഭിനയ കലവ. ഇത് മനുഷ്യന്മാർക്ക് തിന്നാനുള്ളതാണെന്ന് വിചാരം ഇവിടെ ആക്കി മനസ്സിലാണ്. അതെ, ഉടുപ്പിലും നടപ്പിലും എടുപ്പിലും ഭാവത്തിലും ഊണിലും ഉറക്കത്തിലും ഞങ്ങളും മമ്മൂട്ടിയാകാൻ കൊതിക്കുന്നവരാണ്. പ്രിയപ്പെട്ട മമ്മൂക്ക, സ്വാഗതം. KVQ Before we welcome, in the house, please welcome Malayalam's സ്വന്തം മമ്മൂട്ടി. For tomorrow, this is a picture that's going to be frozen in time. എല്ലാവരും ശരി ഇനി കൊല്ലം പോകാനോ കടമച്ചാണോ ആരൊക്കെയുണ്ട്? എറണാകുളം കൊച്ചി പോകാനൊക്കെയാ? തെറ്റാണ്. പാലക്കാട് പോകാനായിരുന്നു. പാലക്കാട് അത് തെറ്റാണ്. കോഴിക്കോട് പോകാനാ? ഏതോ കോഴിക്കോട് തന്നെയാണ് ഹബീബ from കോഴിക്കോട്. The third prize winner, ഹബീബ from കോഴിക്കോട്. Queen ആണ് നോക്കുക, ബിരിയാണി queen. And the cash prize from Queen Hadiba, the chairman manager of Mama Hadiba Please Private Limited. Hadiba, happy? ഭയങ്കര സന്തോഷം. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഭയങ്കര സന്തോഷം. എന്റെ ഫാമിലി ഒന്നുകൂടി വിളിച്ചോട്ടെ. നിങ്ങളത് കൊള്ളാക്കോ? ഫാമിലി എവിടെ? ഇവിടെ അടുത്തില്ല, അവരെ വിളിച്ചു. അവരുടെ എഴുന്നേറ്റ് നോക്കട്ടെ. താങ്ക് യു ഫോർ സപ്പോർട്ട്. സമയപരിമിതി. കൊല്ലത്ത് നിന്ന് ബിരിയാണി നല്ലത് കൊണ്ടുവരുന്നുണ്ടോ? നേരത്തെ ഇവിടെ പാലക്കാട് പറഞ്ഞ ആൾക്കാർ ഇവിടെ പോയി. സോറി എത്രണിയില്ല. ഇവിടെ കൊല്ലം പറഞ്ഞ ആരൊക്കെയാ? നിങ്ങൾ മാത്രം കൊണ്ടുവന്ന ആൾക്കാരാണോ ഈ കൊല്ലത്തിന്റെ ആൾക്കാര്? ഞാന് വീഡിയോ ചെയ്തപ്പോ പറഞ്ഞിരുന്നു ആ ആൻസി ചേച്ചിയുടെ കാര്യം അല്ലേ? കൊല്ലത്ത് ആൻസി സാബുവിന്റെ കാര്യം അല്ലേ? എന്താ പുള്ളിക്കാരിയാണ് സെക്കൻഡ് പ്രൈസ്. The Kerala Biryani Queen, the Rose Black Kerala Biryani Queen. Mammootka to crown the queen, the runner-up for the first season of the Kerala Biryani Queen. Shreya to do the honors of lifting up the trophy and the 2 lakhs
കൊച്ചിലെ പോലുള്ള ആഗ്രഹമാണ് നമുക്ക് കാണാമെന്നുള്ളത്. ഏതൊരു സിനിമ ഇറങ്ങുമ്പോഴും ആദ്യം കാണും, ആ ഷർട്ട് ഇടണം, ആ ഇതിടണം. പുള്ളിക്കാരൻ ഭയങ്കര ആർട്ടിസ്റ്റാണ്. ഒരു പടവും വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ എവിടെ ഉണ്ട്? What a beautiful moment, everyone! What a beautiful moment! എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. அதுதான் நம்ம கேரளாவோட மிகப்பெரிய நடிகர் மம்முக. നമുക്ക് ഞാൻ എടുപ്പിക്കും. എടുത്തോളൂ. ഓക്കെ, ശരി മോളെ, ശരി. താങ്ക് യു. പെൻ ആർക്കെങ്കിലും പോലെ ചേട്ടാ. ഇത് വീട്ടിന്റെ ഫ്രണ്ട് വെക്കാനായിട്ട് എല്ലാവരും വലിയ കൈ കൊടുത്തേ. കാസർഗോഡ് സപ്പോർട്ടേഴ്സ് ഉണ്ട് അവിടെ. കേൾക്കണ്ടേ? ഓക്കെ, രണ്ടുപേരുണ്ട്. വയനാട് ഇവിടെ, തിരുവനന്തപുരം. ഓക്കെ, നമ്മൾ എത്ര ബിരിയാണി. മലപ്പുറം എത്ര പേരുണ്ട് സപ്പോർട്ട്? ആണ്. തൃശ്ശൂർ സപ്പോർട്ട് എത്ര പേരുണ്ട്? കണ്ണൂർ സപ്പോർട്ട് എത്ര പേരുണ്ട്? ഇത്രയും പേരുള്ള കണ്ണൂർ സപ്പോർട്ട് ചെയ്യാൻ. കാരണം അവരല്ലേ ജയിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി സപ്പോർട്ട് വേണ്ടേ? Yes, exactly. Number 17, Mariam Jaffa from Kannur is this season's Kerala Biryani Queen. Rose Brand presents Madhumuni Kerala Biryani Queen. The first season crown queen is Mariam Jaffa from Kannur. The crowning to be done by Mahuga. കണ്ണൂർ ജില്ല മുഴുവൻ ഉണ്ടല്ലോ. നമ്മളൊരു വില്ലയാണ് വിളിച്ചത്. അപ്പുറത്തെ സൈഡിലോട്ട് പോകും മോനെ. അപ്പുറത്തെ സൈഡിലോട്ട് പോകും. അപ്പുറത്തെ സൈഡിലോട്ട്. ആ, നന്നായി. ബാക്കിയുള്ളവരെ കൂടി വിളിക്കാറുണ്ട്. ഉണ്ട് സാർ. അതാണ് പറഞ്ഞത്. ഇനി ആരുമില്ല, എല്ലാവരും എത്തി. താങ്ക് യു. എനിക്കിത് കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ. താങ്ക് യു. മറിയം, കൺഗ്രാറ്റുലേഷൻസ് മറിയം. എന്തായാലും ഫാമിലിയുടെ ഫോട്ടോ കിട്ടി, 5 ലക്ഷം രൂപ കിട്ടി, തലയിലൊരു ക്രൗൺ കിട്ടി. ആരോഗ്യത്തോടെ പിന്നെ ഒന്നും പറയില്ല. റോസ് ബ്രാൻഡ് മാത്രം ഒരുപാട് ഈ ഒരു വേദിയിലേക്ക് ചെയ്തു. ഒരുപാട് താങ്ക്സ്. പിന്നെ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന അജാസ്മേദിന് ഒരുപാട് താങ്ക് യു. ഞാൻ 2 വിന്നേഴ്സിനെയും കൂടി ഒന്ന് വിളിക്കട്ടെ. മമ്മൂക്കയുടെയും നമ്മുടെ ശ്രേയം സാറിന്റെയും റബീഉൽ സാറിന്റെയും കൂടെ നിന്ന് ഒരു പിക്ചർ. പ്രസംഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പ്രസംഗമൊന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതൊരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ബിരിയാണിയെ പറ്റി എന്തുകൂടെ പറയാം. ലോകത്ത് ഒരുപാട് തരം ബിരിയാണിയുണ്ട്. കുറേയൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലജാതി ബിരിയാണിയാണ്. ജഡ്ജി പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണിയാണ്. തോന്നിയ ദിവസമല്ല, നല്ലൊരു ചിട്ടിയും മട്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കൊച്ചി ബിരിയാണി, തിരുവനന്തപുരം, കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെ. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഒരു വേറെ ബിരിയാണിയാണ്. പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ബിരിയാണിയുണ്ട്. സ്റ്റാർ ബിരിയാണിയുണ്ട്,
വേണു ബിരിയാണിയുണ്ട്, അങ്കണ്ണ ബിരിയാണിയുണ്ട്. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ബിരിയാണിയുണ്ട്, ഹൈദരാബാദി ബിരിയാണി പലതരത്തിലുള്ളതുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ കാശ്മീരി ബിരിയാണി പലതരം ബിരിയാണികളുണ്ട്. അതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് മാറുന്നതും. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല. പലരുടെയും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ്. എപ്പോഴും ബിരിയാണി കഴിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ, വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, അങ്ങനെ പല ബിരിയാണി. അങ്ങനെ ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മളും കഴിക്കും, ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്യും. ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളമ്പാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഒന്നല്ലേ ഉള്ളൂ. ഒരുപാട് തരം കറികളൊന്നും വിളമ്പി അങ്ങനെ വേണ്ട. അതുകൊണ്ട് പലരും അതിന് എളുപ്പമായിട്ട് കണക്കാക്കുന്നവരും ഉണ്ടില്ലെന്നില്ല. ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും രാവിലെ കടന്നു പോകും. ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ ജഡ്ജിമാർ ഈ 10-28 ബിരിയാണി കഴിച്ചത് എന്റെ രീതിയിൽ നിന്ന് നല്ല തിരഞ്ഞെടുത്തതാണ്. പലപ്പോഴും നമുക്ക് പറയാറില്ല. അതൊരു വലിയ കഴിവാണ്. നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ നല്ലത് കണ്ടുപിടിക്കുന്ന കഴിവാണ്. ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു. ഇത് കണ്ടുപിടിച്ച ഈ ജഡ്ജസിന് പ്രത്യേകിച്ച് ആശംസ നേരുന്നു. നമസ്കാരം. താങ്ക് യു. മന്ത്രി വീണ ജോർജ് വരെ ബിരിയാണി നമ്മുടെ അംഗനവാടിയിൽ കൊണ്ടുവന്ന നമ്മുടെ ശങ്കുവിനെ ഒന്ന് സ്റ്റേജിലോട്ട് വിടുവോ? ബെർണാണി കിട്ടിയോ? ഉള്ളവർ ഇഷ്ടായോ? ഇത് ബെർണാണി പൊഴിച്ച കോഴി. ഓക്കെ, താങ്ക് യു. വന്ന് വല്ലതും പറഞ്ഞ മമ്മൂട്ടിയെ കാണുന്നത് നമുക്കാ പോലല്ലോ ഒരേ പ്രായമല്ലേ. ഒരു പീസ്. Thank you. And of course, all the people who have come from different parts of the world. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല ഇൻഫ്ലുവൻസേഴ്സും പല ആൾക്കാരെല്ലാവരും ഒന്നിച്ചുകൂടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പിന്നെ ഡിന്നറിന് നമുക്ക് 7 ടൈപ്സ് ഓഫ് ബിരിയാണി ഉണ്ടായിരുന്നു. മട്ടൺ, ചിക്കൻ, ഫിഷ്, പ്രോൺസ്, വെജ്, എഗ്, പനീർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് ഇന്നത്തെ ഡേ എൻഡ് ചെയ്യുന്നത്. അതാ ചെമ്പിന്റെ ബാക്കിൽ അപ്പുറത്ത് കണ്ടോ ഗ്ലാസ്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പോത്തീസിൽ കയറി. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു പോത്തീസ്. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കയറി അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡേ 1 ഇൻ കൊച്ചി. നല്ല ലാഗ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അടുത്ത ഡേത്തെ വ്ളോഗ് വേണമെങ്കിൽ അത് കൂടി വെയിറ്റ് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഡേ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.